അതെ, ഞങ്ങൾ പൊന്നാനിക്കാരുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ക്ഷമയോടെ കാത്തു നിന്നിട്ട് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അത് ഈ സാധനമാണ് കേട്ടോ, നമ്മളെ മുട്ടപ്പത്തിരി. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യുക. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു എഗ്ഗ്, ഒരു 2 ഏലക്ക, ഇപ്പോൾ 1.5 കപ്പ് അരിപ്പൊടി എടുത്തത് 1.5 കപ്പ് വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിപ്പൊടി എടുത്ത് വെച്ചില്ല, അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളതൊരു ദോശമാവിൻ്റെ ബാറ്ററായിട്ട് കിട്ടും കേട്ടോ. ആ ഒരു തിക്കിലാണ് കേട്ടോ ഈ ഒരു മാവ് വേണ്ടത്. അപ്പോൾ അത് ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. എന്നിട്ട് ഇത് നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ മുന്നൊക്കെ ഉണ്ടാക്കിയിട്ട് തീരെ റെഡി ആവാറുണ്ടായിരുന്നില്ല കേട്ടത്. പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കിയപ്പോൾ എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ റെസിപ്പീസൊക്കെ നോക്കി ട്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പ്രവാസികൾക്കൊക്കെ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ മിസ്സാവുന്ന ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അത് ഈ മുട്ടപ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ചൂട് എണ്ണയിലിട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ബീഫ് കറിയാണ് കേട്ടോ. ബീഫ് കറീൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ.